ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ്, ഒരു പെറ്റ് ഷോപ്പിലോട്ട് പോകുന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അതിലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു വ്ളോഗിൽ പറയുന്നതാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പെറ്റ് ഷോപ്പ് ഉള്ളത്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഇവിടെ പോകണമെന്ന് വിചാരിക്കുന്ന അവസാനം ഒരു ദിവസം അങ്ങോട്ടേക്ക് കയറി. അപ്പം ഈ ഒരു ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ തന്നെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഷോപ്പ് ഉള്ളത് നമ്മുടെ ദോശക്കടയുടെ ഇപ്പുറത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടികളെയും മീൻ അങ്ങനത്തെ എന്ത് പെറ്റ്സാണെന്നുണ്ടെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഈ വീഡിയോയിലും കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് പൂച്ചൻ്റെ ഭാഗത്തോട്ടാണ് കേട്ടോ. പല ടൈപ്പ് പൂച്ചകളും അവിടെ ഉണ്ട്. അപ്പം കുറേ പേരിലറിയപ്പെടുന്ന പല പൂച്ചകളുണ്ട്, ചെറുതും വലുതും പല കളറുകളിലുള്ള പൂച്ചകളുണ്ട്. അപ്പം വേണ്ടത് നമുക്ക് വാങ്ങിക്കാം, പൈസ കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല വൈറ്റ് കളറും അതുപോലെ തന്നെ ഗ്രേ കളർ നല്ല ക്യൂട്ട് പൂച്ചകളുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെയാണ് കിളികളൊക്കെ ഉണ്ടായിരുന്നത്. കിളികൾ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് കിളികളുണ്ട്, പേർക്കറിയില്ല, അതാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് ഹാംസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞെണ്ണം. അപ്പം വേണ്ടവർക്ക് വന്ന് വാങ്ങിക്കാം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോരോ പെറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ കുഞ്ഞു കോഴികളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ കോഴി. ഇവിടെ സൗദിയിൽ തന്നെ കോഴീനെ വളർത്തുന്നുണ്ട്. അപ്പം ഇവിടെ കുറേ കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിയുടെ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി വീട്ടിൽ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ വെറും പെറ്റ്സ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കൂട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പല സാധനങ്ങളുണ്ട്. ഇനി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മീനിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പം മീനും പല മോഡൽ മീൻ ഇവിടെ ഉണ്ട്. നല്ല കളറുള്ള പല കളർ ഫിഷുകളുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലും കുറേ മീനുകൾ ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ മീനുകൾ, പല കളറിലുള്ള കുറേ മീൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വീണ്ടും ഒരിക്കലും നാട്ടിൽ പോയപ്പം എല്ലാം അങ്ങ് ചത്തുപോയി. അപ്പം ഇതാക്കണം, ഇതൊക്കെ ഓരോരോ ഗ്ലാസ്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തായിട്ട് വേറെയും കുറേ നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ ഉണ്ട്.
അപ്പോൾ പല പല കളറിലുള്ള നല്ല ഭംഗിയുള്ള മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ട് പല കളറിൽ ഇവിടെ ഉണ്ട്, നല്ല ഭംഗിയിലുള്ള. അപ്പം മീനിൻ്റെ അക്വേറിയം കാര്യങ്ങളും ഇതിൻ്റെ മോട്ടറൊക്കെ ഇല്ലേ, കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. ചോദിച്ചാൽ മതി, അവരെടുത്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് മീൻ മാത്രമല്ല ഉള്ളത്, ഇതുപോലത്തെ കുറച്ച് ജീവികളും ഉണ്ട് കേട്ടോ, വെള്ളത്തിൽ ജീവിക്കുന്ന. അപ്പം കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ജുബൈലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയിട്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇതിനിപ്പുറത്തായിട്ട് ആമയൊക്കെ ഉണ്ട്, ആമയുടെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആമ ഇതാക്കണ ചെറുത് മുതൽ വലുത് വരെയുള്ള പല പല സൈസിലുള്ള ആമകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ആമ ഇതാക്കണ തല പുറത്തോട്ടുണ്ടോണ്ടിരിക്കണേ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇവരുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ജുബൈലുള്ളവരാണെന്നുണ്ടെങ്കിൽ വന്ന് നോക്കാം കേട്ടോ. പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും വന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നതുവരേക്കും ബൈ.